ഞാൻ പോന്നേ. പിന്നെ അച്ഛനും മരുന്ന് കൊടുക്കാൻ മറക്കല്ലേ. മക്കളെ അയച്ച പോയിട്ട് വരേ. ഓ നേരം ഇന്നേതായാലും സാറിനോട് പൈസ ചോദിക്കണം. എത്ര ദിവസമായി ശമ്പളം കിട്ടിയിട്ട്? 2-3 മാസമായി. ഇന്നിപ്പോൾ ആണെങ്കിൽ അച്ഛന് വൈകുന്നേരം മരുന്ന് വാങ്ങണം, പിന്നെ വെളിച്ചെണ്ണ വാങ്ങണം, നാളെ കുട്ടികൾക്ക് ഫീസ് കൊടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. സാറിന് ശമ്പളം തരാണ്ടിരിക്കില്ല സാറേ. ശരി സാറേ. അതെ, പിന്നെ ഇന്ന് വൈകുന്നേരം ശമ്പളം തരണം സാറേ. നാളെ കുട്ടികൾക്ക് ഫീസ് കൊടുക്കേണ്ടതാണ്, അച്ഛന് മരുന്ന് വേണം. ഞാൻ പേടിപ്പിച്ചതല്ല സാറേ, വിഷമം കൊണ്ട് പറഞ്ഞ. ശമ്പളത്തിന് മാത്രം സാറേ. സാറിപ്പോൾ എനിക്ക് 3 മാസമായി പൈസ തന്നിട്ട്. പൈസ തരുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥത്തോടെ തന്നെ പണിയെടുക്കുന്നത്. അത് സാറിന് പറയാൻ പറ്റുമല്ലോ. എൻ്റെ സാറെ, ഞാൻ സാറിനെ പേടിപ്പിച്ചതല്ല. ആണോ? എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എനിക്ക് ഇവിടുത്തെ പണിയും വേണ്ട, ഞാൻ പോയേക്കാം. എന്ത് ചെയ്യും? കയ്യിലാണ് 10 പൈസയില്ല. ഇനിയിപ്പോൾ എങ്ങനെ ഇപ്പോൾ അച്ഛന് മരുന്ന് വന്നു? എന്താ ഇപ്പം ചെയ്യാം? ഹലോ, കാശ് കിട്ടിയിട്ടില്ല. സാറ് തരാനാവില്ല എന്ന് പറഞ്ഞു. ഞാൻ ദേഷ്യം വന്നിട്ടാ പണി മതിയാക്കി. ഞാനൊന്ന് വഴിയാക്കാം. ശരി ശരി. ആള് വിളിച്ചതാ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അച്ഛന് മരുന്ന് വാങ്ങിയിട്ടേ പ്രശ്നം, നാളെ കുട്ടികൾക്ക് സ്കൂളിൽ ഫീസ് കൊടുത്തിട്ടേ പ്രശ്നം. കയ്യിലാണ് പൈസ ഇല്ല. ഇനിയിപ്പോൾ എങ്ങനെ വീട്ടിലേക്ക് പോകും? ഞാൻ നിമിത്തം ആകെ വിഷമായാലോ കുടുംബക്കാർക്കും. വേണ്ട, ഇനി ഏതായാലും ഞാൻ നിമിത്തം അവർ വിഷമിക്കാൻ പാടില്ല. ഞാൻ ഇല്ലെങ്കിലും ഓളെങ്ങനെയും പണിയെടുത്ത് ജീവിച്ചു. ഞാൻ വെറുതെ അവർക്ക് ഭാരമായിട്ട്. ശങ്കരേട്ടാ, ഇവിടെ നല്ല എലീനെ കൊല്ലുന്ന വിഷമുണ്ടാ? വീട്ടിൽ വല്ലാണ്ട് എലിശല്യെന്ന്. ആയിക്കോട്ടെ. എത്ര പൈസ? 50 റുപ്യ അല്ലേ? ഞാൻ നാളെ തരാം കേട്ടോ. ശരി ശരി ശങ്കരേട്ടാ. ഇനിയിപ്പോൾ ഞാനൊരു ഫോൺ. ഹലോ. മക്കളെ, അച്ഛനാ. അച്ഛൻ ഇപ്പോൾ വരാം കേട്ടോ. ശരി ശരി. എങ്ങനെയാ പോവും? കയ്യിൽ കാശുമില്ല, കുട്ടികൾക്ക് എന്ത് വാങ്ങിച്ചു കൊടുക്കും? ഇല്ല, ഇതിപ്പോൾ കുടിച്ച് ഞാൻ മരിച്ചു കഴിഞ്ഞു. ഇല്ല, ഞാൻ ജീവിതത്തിൽ ഞാൻ പരാജയപ്പെടില്ല. ഈ പണിയല്ലെങ്കിൽ വേറെ പണി, അത് ഞാൻ നിശ്ചയിച്ചു. ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കുടുംബം തീർച്ചയായും വിഷമിക്കും. ഇല്ല, ഞാൻ സമൂഹത്തിൽ പരാജയപ്പെടില്ല. ഞാൻ മറ്റൊരു പണിയെടുത്ത് എൻ്റെ കുടുംബത്തെ സന്തോഷിപ്പിക്കും.